മീഡിയ ഡെയിലി ഡിജിറ്റൽ ന്യൂസിലേക്ക് സ്വാഗതം. കോഴിക്കോട് ജില്ലയുടെ വടക്ക് കിഴക്കൻ പ്രദേശമായ കുറ്റിക്കാട്ടൂർ. ഇന്നും ഗ്രാമീണതയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ഈ ഗ്രാമം കേരളത്തിന്റെ ഫർണിച്ചർ ഹബിൽ ഇടം പിടിച്ചതെങ്ങനെ? 50-ലധികം ചെറുതും വലുതുമായ ഫർണിച്ചർ ഷോറൂമുകൾ. മീഡിയ ഡെയിലി അന്വേഷണ റിപ്പോർട്ട്. ആദ്യകാല സംരംഭകനായ VMS മുഹമ്മദ് മീഡിയ ഡെയിലിയോട് സംസാരിക്കും. അങ്ങനെ എത്രയോ ആളുകൾ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. 80കളുടെ ആദ്യകാലം തൊട്ട് തന്നെ ഇവിടെ ഫർണിച്ചർ ബിസിനസ്സിന് തുടക്കം കുറിച്ചു. ചന്ദ്രനാശ്ശേരി എന്ന് പറയുന്ന ഒരാളാണ് ആദ്യമായിട്ട് ഫർണിച്ചർ കച്ചവടം കുറ്റിക്കാട്ടൂർ തുടക്കം കുറിക്കുന്നത്. കോഴിക്കോട് നിന്നുള്ള കച്ചവടക്കാർ ഇറക്കിക്കൊടുത്ത ഏതാനും കോഴിക്കൂടുകളും പടിക്കട്ടിലുകളുമായിട്ടാണ് കച്ചവടത്തിന് തുടക്കം കുറിച്ചത്. കേരളത്തിലെ ടൗണുകളിൽ പ്രവർത്തിക്കുന്ന വലിയ ഷോറൂമുകളെ വെല്ലുന്ന അത്ര ഷോറൂമുകളാണ് ഈ കൊച്ചു ഗ്രാമത്തിലുള്ളത്. കുറ്റിക്കാട്ടൂരിലെ പ്രമുഖ ബിസിനസ്സുകാരനായിട്ടുള്ള പേങ്ങാടൻ അഹമ്മദ്, പേങ്ങാടൻ ഫർണിച്ചറിൻ്റെ ഉടമയുമായിട്ടുള്ള അഹമ്മദ് മീഡിയ ഡെയിലിയുമായിട്ടുള്ള അഭിമുഖം. പലതരത്തിലുള്ള ഫർണിച്ചറുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. കസ്റ്റമറിൻ്റെ താല്പര്യത്തിനനുസരിച്ചുള്ള വിവിധതരം ഫർണിച്ചറുകൾ ഇവിടെ നിർമ്മിച്ചു നൽകുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ പ്രമുഖ നിർമ്മാണ കമ്പനി യൂണിറ്റ് ഉടമയായ അൻവർ സാദത്തുമായിട്ടുള്ള കൂടിക്കാഴ്ച. ഈ മേഖലയിലത്തെ അനുഭവം എന്ന് പറയാം. ഈ മേഖലയിൽ എന്ന് പറഞ്ഞാൽ അനന്തമായ സാധ്യതകളുണ്ട്. അതിൽ ഫ്യൂമിയുടെ ഉത്തരമേഖല പ്രസിഡന്റ് മുജീബ് അദ്ദേഹത്തിൻ്റെ അനുഭവം മീഡിയ ഡെയിലിയുമായിട്ട് പങ്കുവെക്കും. കുറ്റിക്കാട്ടൂർ ഫർണിച്ചർ വ്യാപാര രംഗത്ത് വളരെ വലിയ രീതിയിലുള്ള മേൽക്കോയ്മ ഉള്ള ഒരു നാടാണ്. ഒരുപാട് ഓൺലൈൻ ബിസിനസ് രംഗം അധികരിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഫർണിച്ചർ മേഖലയിൽ എങ്ങനെ സ്വാധീനിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഹൈലൈറ്റ് ഫർണിച്ചർ ഉടമ നജീബുർ റഹ്മാൻ്റെ അഭിപ്രായം നമുക്ക് കേൾക്കാം. ഫർണിച്ചർ മേഖലയെ ഓൺലൈൻ വ്യാപാരം സ്വാധീനിക്കപ്പെടുവാൻ വളരെ സാധ്യത കുറവാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഫർണിച്ചർ മേഖലയ്ക്ക് ട്രാൻസ്പോർട്ടേഷൻ വലിയൊരു വിഷയം തന്നെയാണ്. ആയതുകൊണ്ട് ഓൺലൈൻ വ്യാപാര മേഖലയിലേക്ക് അത്ര പെട്ടെന്ന് ഫർണിച്ചറിനെ സ്വാധീനിക്കപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. കേരളത്തിലെ ഫർണിച്ചർ മേഖലയിലെ അനന്ത സാധ്യതയെക്കുറിച്ച് KMC ഫർണിച്ചർ ഉടമ സിറാജിൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്. അനന്തമായ സാധ്യത ഉണ്ടായതുകൊണ്ടാണല്ലോ ഫർണിച്ചർ മേഖല ഇത്രയും കേരളത്തിൽ വിപുലീകരിച്ച് ഒരുപാട് ഷോറൂമുകൾ വന്നത്. കാരണം 5000-ലേറെ ഷോറൂമുകൾ വന്ന് അത് സാധ്യത കൊണ്ട് തന്നെയാണ് ഇനിയും ഡെവലപ്മെൻ്റ് ആകാന്നല്ലാതെ താഴോട്ട് പോകുന്നൊന്നുമില്ല. കാരണം അത്രയും സാധ്യതകൾ കേരളത്തിൽ ഇപ്പം നിലവിലുണ്ട്. ഫർണിച്ചർ ബിസിനസ്സിലെ ഫ്യൂച്ചറിനെ കുറിച്ച് മിൻലൈറ്റ് ഉടമ മുഹസിൻ്റെ അഭിപ്രായം നമുക്ക് കേൾക്കാം. ഫ്യൂച്ചർ എന്താണെന്ന് വെച്ചാൽ ഫർണിച്ചറിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് നമുക്ക് പുതിയ പുതിയ മോഡൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ആൾക്കാർ ഇപ്പോഴത്തെ ഒരു ചിന്ത വെച്ചിട്ട് ഡിസ്മാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാവുന്ന ഇപ്പോൾ ഒരു അറിഞ്ഞ മീഡിയ ഡെയിലിയിൽ 1911 രൂപക്ക് 3 പരസ്യം, അത് ഓൺലൈനും ഓഫ്ലൈനും.